ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ജനറൽ റീഡിംഗ് എടുക്കാം. നമ്മുടെ ജനറൽ റീഡിങ്ങിൽ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ, യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, നിങ്ങളറിയാതെ ഓക്കെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. അപ്പം ഒരു സീക്രട്ട് എന്ന് പറയാം നമുക്ക്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളറിയാതെ രഹസ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്താണ് പ്രവർത്തിക്കുന്നത്. എപ്പോഴും യൂണിവേഴ്സ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്കതൊന്ന് അറിയാൻ നോക്കാം. എന്തെങ്കിലും നമ്മൾ അറിയാത്തത്, അതായത് നമ്മൾ വിചാരിക്കും നമ്മുടെ മുമ്പിലൊന്നും കാണുന്നില്ല. ഓക്കെ, അത് നടക്കുന്നുണ്ടോ, നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിന് ഒന്നും കാണുന്നില്ല, അതിൻ്റെ റിസൾട്ടായിട്ടൊന്നും കാണുന്നില്ല, അതിന് മുന്നോട്ട് ഫോർവേഡ് ഒന്നും കാണുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ യൂണിവേഴ്സ് എപ്പോഴും പിന്നിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നമുക്കത് എന്താണ് എന്നുള്ളതൊന്ന് അറിയാൻ നോക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നത് എന്ന് നോക്കാം. ആൻഡ് ഓക്കെ, നമുക്കിന്ന് ആദ്യം മെസ്സേജസ് എടുത്തേക്കാം. ഓക്കെ, ആദ്യം കുറച്ച് വേർഡ്സ് നമുക്ക് കിട്ടുന്ന വാക്കുകൾ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകൾ എന്നാണ് പറയാം. നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ലൈഫിന് വേണ്ടി. ഓക്കെ, ഡിസയർ. ഓക്കെ, ഫോക്കസ്, accept, love, passion. മതി അല്ലേ, 4-5 വേർഡ്സായി. ഓക്കെ, ഇവിടെ ഓക്കെ ഈ വാക്കുകളെ കുറിച്ചും നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. ഡിസയർ, ഫോക്കസ്, ആക്സെപ്റ്റ്, ലവ് ആൻഡ് പാഷൻ. ഓക്കെ, ആക്ച്വലി നിങ്ങളുടെ എന്തോ ഒരു ആഗ്രഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം നമുക്ക്. ഓക്കെ, ഇന്നലത്തെ റീഡിങ്ങിലും അത് തന്നെയാണ് വന്നത്. നിങ്ങൾ വളരെയധികം മനസ്സിലാഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന രീതിയിൽ അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്. എന്താണ് യൂണിവേഴ്സ് രഹസ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. സ്റ്റാർ ആണ്. ഗുഡ്. 5 of Pentacles, 3 of Pentacles, Knight of Cups, 8 of Pentacles, King of Pentacles, Strength, Page of Pentacles, Hermit. Actually ഒരു കാർഡ് കൂടെ എടുത്തേക്കാം. King of Swords, Hermit, 3 of Swords. ഓക്കെ, ഇവിടെ ഐ തിങ്ക് യൂണിവേഴ്സ് ചെയ്യുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്താൻ, ഓക്കെ, നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് തരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില കാര്യങ്ങളെ റിമൂവ് ചെയ്ത് വിടുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. 5 of Pentacles നമ്മൾ ചില നഷ്ടങ്ങൾ എന്ന രീതിയിൽ പറയും. ഓക്കെ, ലോസ് എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഫൈനാൻഷ്യൽ ലോസ് ആയിരിക്കാം ചിലവർക്ക് നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ തനിച്ചായിപ്പോയി, ആരെങ്കിലും നമ്മളെ വിട്ടുപോയി എന്ന രീതിയിലൊക്കെ പറയാം. ഓക്കെ, നമുക്ക് ചിലത് നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ നമുക്ക് പറയാം. അങ്ങനെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളെ അങ്ങനെ ഒറ്റപ്പെടുത്തി നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ലോസ് വരുത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമം അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട്, ആക്ച്വലി ഞാനത് സിമ്പിളായിട്ട് പറയുന്നു എന്ന് വിചാരിക്കരുത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഹേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, വളരെയധികം വേദനിച്ചിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. യെസ്, ഐ തിങ്ക് നിങ്ങൾ എല്ലാം വളരെയധികം നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വ്യക്തിയായിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ പിടിച്ചു വെക്കാതെ, ശരിക്കും 4 of Pentacles നമ്മൾ പിടിച്ചു വെക്കുന്ന ഒരു ഇതാണ് പറയുക, എല്ലാം നമ്മൾ അടക്കി വെക്കുന്ന പോലെയാണ് പറയുക. ബട്ട് ഇത് നിങ്ങൾ തുറന്ന് എല്ലാം കൊടുക്കുന്ന പോലെയാണ്. ഓക്കെ, മേ ബി ഓവർ ഗിവിങ് എന്ന് പറയും. ആക്ച്വലി നിങ്ങൾ വളരെയധികം മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഒരുപാട് നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി. ഓക്കെ, എല്ലാവർക്കും ചിലപ്പോൾ ബിസിനസ് പാർട്ട്ണർഷിപ്സിലായിരിക്കാം, റിലേഷൻഷിപ്സിലായിരിക്കാം. ഓക്കെ, എന്ത് കാര്യത്തിലായാലും ഐ തിങ്ക് നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് ചെയ്ത വ്യക്തിയാണ്. ഈവൻ ലേഡീസ് ആയാലും ജെൻസ് ആയാലും രണ്ടും. ഓക്കെ, അങ്ങോട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കാര്യം പോലും നോക്കാതെ, ഐ തിങ്ക് നിങ്ങൾക്ക് വേണ്ടി പോലും ഒന്നും എടുത്തു വെക്കാതെ, മാറ്റി വെക്കാതെ, നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ട സമയത്ത് പോലും നിങ്ങൾ സൂക്ഷിക്കാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെതായ ഒരു സ്ട്രെസ്, വിഷമം നിങ്ങൾ കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ട് നിങ്ങൾ പ്രതീക്ഷ പോലെ കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, ഓക്കെ,
അങ്ങനത്തെ ചില വിഷമങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾ അവസാനം മീൻസ് നിങ്ങളൊന്നും ഇല്ലാതെ ആയിട്ടുണ്ടാവും, നിങ്ങൾക്കൊന്നും ഇല്ലാതെയായി, നിങ്ങൾക്ക് നഷ്ടം വന്നു എന്ന രീതിക്കാണ് എനിക്ക് ഇവിടെ കാണുന്നത്. നിങ്ങൾ തനിച്ചായിപ്പോയി, മേ ബി ഒരു പേഴ്സൺ ആണെങ്കിൽ അവർ നിങ്ങളെ വിട്ടുപോയി, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ട് ഏതെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർ നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് പോയി. ഫൈനാൻഷ്യൽ ലോസിൻ്റെ കാര്യങ്ങളാണെങ്കിൽ, ബിസിനസ്സിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ലോസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം. കരിയറിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരു നഷ്ടങ്ങൾ എന്ന രീതിക്ക് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ ഒരു പ്രതീക്ഷ യൂണിവേഴ്സ് തരുന്നുണ്ട് നിങ്ങൾക്ക്. സ്റ്റാർ കാർഡാണ്, ഹോപ്പാണ്, പ്രതീക്ഷയാണ്. ആൻഡ് ആക്ച്വലി നമ്മുടെ ആഗ്രഹം നടക്കും എന്ന രീതിയിലും പറയും, വിഷ് എന്ന രീതിയിലും പറയും. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കും എന്ന രീതിയിലാണ്. മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് ന്യായം വേണം എന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, എന്തായാലും ശരി, നിങ്ങളുടെ ഒരു സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡിനെ പ്രതീക്ഷയാണ് തരുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ഹോപ്പ്ലെസ് ഫേസിൽ തീരെ നിങ്ങൾക്ക് വല്ലാത്ത ഒരു അടി കിട്ടിയ ഒരു ഫീലിംഗ്, ഓക്കെ, അടി കിട്ടി നിങ്ങൾ വീണ ഒരു ഫീലിംഗ്, നിങ്ങൾ തനിച്ചിരിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ഓക്കെ, ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, ഒന്നും നിങ്ങൾ തുറന്ന് പറയുന്നുണ്ടാവില്ല. ഓക്കെ, ആ രീതിക്കൊക്കെ നിങ്ങൾ സൈലൻ്റ് ആയിട്ടൊക്കെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ അഷുറൻസ് തരുന്നുണ്ട്, പ്രതീക്ഷ കൈവിടാറായിട്ടില്ല, സമയമായിട്ടില്ല. ഓക്കെ, ഡോണ്ട് വറി, കാര്യങ്ങൾ ബെറ്ററിലേക്ക് വരും എന്ന് ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ചിലവർക്ക് ബിസിനസ്സിൻ്റെ കാര്യത്തിലായിരിക്കാം ലോസ് വന്നത് ഇവിടെ. ഓക്കെ, ബിസിനസ് കാര്യങ്ങളിലായിരിക്കാം. അപ്പം നിങ്ങളുടെ ഒരു എഫേർട്ട്, നിങ്ങളിട്ട എഫേർട്സ് എല്ലാം മേ ബി നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല എന്ന രീതിയിൽ പറയാം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പേജ് ഓഫ് കപ്സും നൈറ്റ് ഓഫ് കപ്സും പേജ് ഓഫ് പെൻറ്റിക്കിൾസും ഒക്കെ ഉണ്ട്. നിങ്ങൾ അതിൽ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളതിൽ എത്ര ഇമോഷണലി ഓൾസോ, അതാ പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് വളരെ ആത്മാർത്ഥതയോടെ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഇമോഷണലി നിങ്ങൾ ആ കാര്യത്തിനോട് അറ്റാച്ച്ഡ് ആയിരുന്നു എന്ന് പറയാം. അല്ലാതെ നിങ്ങൾ ഈവൻ മണി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് തന്നെയായാലും ഓക്കെ, അങ്ങനെ നിങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവും ആ ബിസിനസ്സിലേക്ക്. പക്ഷെ അവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ലൈക്ക് ലോസ് വന്നതായിട്ട് പറയുന്നത്. റിലേഷൻഷിപ്സിൻ്റെ കാര്യമാണെങ്കിൽ അഗെയിൻ ഇവിടെ നിങ്ങൾ അങ്ങോട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പേഴ്സണിന് കെയർ, മറ്റേ പേഴ്സണിനെ കെയർ ചെയ്യാം, അവർക്ക് എല്ലാം അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും ഐ തിങ്ക് നിങ്ങൾക്ക് ആ ലോസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ചെയ്തതിൻ്റെ എഫേർട്ട് ഓക്കെ ആരും കണ്ടില്ല എന്ന് പറയും. ഇവിടെ 8 ഓഫ് പെന്റിക്കിൾസ് വരുമ്പോൾ ഹാർഡ് വർക്കാണ്. നിങ്ങൾ അതിൽ ഒരുപാട് വർക്ക് ഇട്ടിട്ടുണ്ട്, എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അത് തിരിച്ചറിയാതെ പോയിട്ടുണ്ടാവാം. ആൻഡ് ഇവിടെ കിങ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, ഫൈൻ. ബട്ട് ഫ്യൂച്ചറിലേക്ക് നമുക്ക് പറയുമ്പോൾ കിങ് ഓഫ് പെന്റിക്കിൾസ് സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സ് ചെയ്യുന്നത് എന്താണ്, നിങ്ങളെ ഒന്ന് സ്ട്രോങ് ആക്കി കൊണ്ടുവരികയാണ്. ഓക്കെ, ഇങ്ങനെ ഈ നഷ്ടങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ, നിങ്ങൾ വളരെയധികം വേദന അനുഭവിക്കുമ്പോൾ എവിടേക്കും നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് തിരിച്ചറിയാൻ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് അങ്ങനെയാണ് നിങ്ങൾക്കൊരു ലെസൺ അങ്ങനെയാണ് തരിക. നമുക്ക് നമ്മളെ എന്താ പറയുക, നമ്മളെ ആദ്യം 1-2 തവണ നമുക്ക് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ നോക്കും. പക്ഷെ പഠിക്കാതെ ആവുമ്പോൾ അവസാനം വടിയെടുത്ത് 2 അടി തന്ന് പഠിപ്പിക്കേണ്ട അവസ്ഥ വരും യൂണിവേഴ്സിന്. അപ്പോൾ ഐ തിങ്ക് അങ്ങനെ ഒരു ഇതിലേക്ക്, കാരണം അപ്പോഴേ നമ്മൾ പഠിക്കുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ചെയ്യുന്നത് നിങ്ങളെ സ്ട്രോങ് ആക്കുകയാണ്. ഓക്കെ, ഹോപ്പ് കൈവിടരുത് എന്ന് പഠിപ്പിക്കുകയാണ്. ഓക്കെ, എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നമ്മളത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഹോപ്പ് യൂണിവേഴ്സ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് സയൻസ് കിട്ടുന്നുണ്ടാവാം. ഓക്കെ, ചില സയൻസ് കാര്യങ്ങൾ എല്ലാം ശരിയാവും, ഓക്കെ ആവും എന്നുള്ളൊരു എവിടെയെങ്കിലും ചില സയൻസ്, യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്ന ഫെദേഴ്സ് കാണുക, എന്താ പറയുക, അല്ലെങ്കിൽ നമ്പേഴ്സ്, നമ്മുടെ ഏഞ്ചൽ നമ്പേഴ്സ് കാണുക, എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, എൻ്റെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ സ്ട്രെങ്ത് ആക്കുകയാണ് ചെയ്യുന്നത്, സ്ട്രോങ് ആക്കുകയാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഗ്രോത്ത് കൊണ്ടുവരുന്നുണ്ട്, യൂണിവേഴ്സ് തരുന്നുണ്ട്. ഓക്കെ, പക്ഷേ അതിന് ഞാൻ പറഞ്ഞ പോലെ ചില ലെസൺ നിങ്ങൾ പഠിക്കാനുണ്ട്. എവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെയാണ് നമ്മൾ എത്രത്തോളം ഇടണം. ഓവർ ഗിവിങ് പാടില്ല എപ്പോഴും. ഓക്കെ, ഓവർ ഗിവിങ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മൾ ലിമിറ്റ് നമ്മുടെ മനസ്സിലാക്കണം. നമ്മൾ നമുക്ക് സാധിക്കുന്നത് കുറച്ച് മാത്രം ചെയ്യാം. ഓക്കെ, എവിടെയാണ് നമ്മുടെ ലിമിറ്റ് എന്നുള്ളത് നമ്മൾ പഠിക്കണം എന്നാണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്ട്രെങ്ത് യൂണിവേഴ്സ് കൊണ്ടുവരികയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചില അടികൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ്. ആൻഡ് ഇവിടെ പേജ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. സോ നിങ്ങൾക്കൊരു പുതിയ ഓഫർ വരും എന്നും പറയാം. ഓക്കെ, ഒരു പുതിയ ഓഫർ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കൊണ്ടുവരും. ആരെങ്കിലുമായിട്ട് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പാർട്ട്ണർഷിപ്പ്, ബിസിനസ് പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ ഓഫീസിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അതിനും ആക്ച്വലി ഒരു റെസൊല്യൂഷൻ വരുമെന്ന് പറയാം. അല്ല, ഇപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും, നിങ്ങൾ ഏതെങ്കിലും പേഴ്സണിനോട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും അവിടെയും ഒരു റെസൊല്യൂഷൻ വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ഓക്കെ ആവുക, ഐ തിങ്ക് പറയേണ്ടതുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവുക എന്നുകൂടി ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ കൂടി പഠിക്കുക, പ്രാക്ടിക്കൽ ആവുക നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ വരാം. ഓക്കെ, അതായത് ഒരുപാട് ഇമോഷണൽ ആയിട്ട് മാത്രം ഇരിക്കരുത്, ആക്ഷൻ എടുക്കാൻ കൂടി പറയുന്നുണ്ട്.
ഓക്കെ, സ്ട്രോങ് ആയിട്ട് ചില ആക്ഷൻ എടുക്കുക എന്ന്. നിങ്ങൾക്ക് പ്ലാനിങ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ പ്ലാനിങ് ഉണ്ട്, കാര്യങ്ങൾ നിങ്ങളുടെ എന്താ പറയുക, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഐഡിയാസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. അതിനെ ശരിക്കും ഇനി ആക്ഷൻ എടുത്ത് മുന്നോട്ട് കൂടി പോവുക നിങ്ങൾ. ഓക്കെ, ആൻഡ് ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പേഴ്സൺ ആണ് വിട്ടുപോയെന്ന് വിചാരിക്കാം. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ആയാലും ശരി, റിലേഷൻ ആയാലും ശരി, ആ ലോസ് ഓക്കെ അത് നിങ്ങൾക്ക് ആവശ്യമാണ്. അത് നിങ്ങളെ ഒരു സ്ട്രെങ്ത് ആക്കാൻ വേണ്ടി കൂടിയാണ്, നിങ്ങളുടെ ഓൺ സ്ട്രെങ്ത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ കഴിവുണ്ട്, നിങ്ങളത് ചെയ്യാം. ഓക്കെ, അതിനെ മുന്നോട്ട് നിങ്ങൾ ധൈര്യത്തിൽ കോൺഫിഡൻസോടെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഹാർഡ് വർക്ക് വേണ്ടി വരും. യെസ്, ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യേണ്ടി വരും. ഇനിയും മുന്നോട്ടും ഹാർഡ് വർക്ക് വേണ്ടി വരും. ഓക്കെ, ഇതുവരെ ഇട്ടു ഞാൻ ഹാർഡ് വർക്ക് കിട്ടിയില്ല എന്തെങ്കിലും എന്ന് പറയരുത്. ഓക്കെ, നമ്മളെപ്പോഴും നമ്മുടെ എഫേർട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, യൂണിവേഴ്സ് ഇവിടെ എന്തായാലും ചെയ്യുന്നത് എവിടെയോ എനിക്ക് ഈ സ്ട്രെങ്ത് കാർഡാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, നിങ്ങളുടെ ഉള്ളിലെ ഒരു കോൺഫിഡൻസ് പുറത്തു കൊണ്ടുവരാനാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു അവസരം തരുന്നത്. ആൻഡ് വേറൊരു കാര്യം കൂടെ എനിക്ക് ഫീൽ ചെയ്തത്, ബിസിനസ്സിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് ചേർന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു എന്ന് വെച്ച് നിങ്ങൾ ടോട്ടലി ഗിവ് അപ്പ് ചെയ്യരുത്. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവാം, ഫൈനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവാം. ആൻഡ് ഇവിടെ എവിടെയോ നിങ്ങൾ പക്ഷെ കുറച്ചുകൂടി സ്ട്രോങ് ആവാനുണ്ട്. നിങ്ങൾക്ക് ഐഡിയാസ് നിങ്ങളുടെ കയ്യിലുണ്ട്, അതിന് ആക്ഷൻ കൂടി നിങ്ങൾ എടുക്കാൻ തുടങ്ങാം. ഓക്കെ, നമ്മളിവിടെ ഡിസയർ, ഫോക്കസ്, അക്സെപ്റ്റ്, ലവ്, പാഷൻ. ഓക്കെ, ഡിസയർ നിങ്ങളുടെ ആഗ്രഹങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ് പറയുന്നത്. സ്റ്റാർ കാർഡ് അത് തന്നെയാണ് പറയുന്നത്. ആൻഡ് അതിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കണം, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, നിങ്ങൾ ഫോക്കസ് അതിലേക്ക് കൊടുക്കണം. ഓക്കെ, ആൻഡ് ഇവിടെ പേജ് ഓഫ് പെൻഡിക്കിൾസ് പറയുമ്പോഴും നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിക്ക് നമ്മൾ പറയും. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ തുടങ്ങാം ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട്. അതിപ്പോൾ പഠിക്കലാവാം, ഓക്കെ, ജസ്റ്റ് പഠിക്കാനുള്ള കാര്യങ്ങളാവാം, റിലേഷൻഷിപ്പിന്റെ കാര്യമാവാം, ജോലിയുടെ കാര്യത്തിലാവാം, എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ അതിന് ഫോക്കസ് കൊടുക്കുക നിങ്ങൾ. ഓക്കെ, എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം അതിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുത്ത് ചെയ്തു പോവാം. ആൻഡ് അക്സെപ്റ്റ് എന്ന് പറയുന്നുണ്ട്, നഷ്ടങ്ങളെ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ദാറ്റ് ഓക്കെ, അതെനിക്ക് നല്ലതിനായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്കതിനും ബെറ്റർ എന്തെങ്കിലും വരാനുള്ളതാണ്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ആ ഒരു സൈൻ നിങ്ങൾ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, യൂണിവേഴ്സിൻ്റെ എന്ത് തന്നെ യൂണിവേഴ്സ് ചെയ്താലും അത് നല്ല ഇനാണ് എന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ചില നഷ്ടങ്ങളും നമ്മൾ ഫേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാൻ പഠിക്കണം. ലാഫ് എന്ന് പറയുന്നുണ്ട്, എന്ത് സിറ്റുവേഷനിലും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്ക് എന്തൊരു സിറ്റുവേഷൻ വന്നാലും അതിനെ ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യുക എന്നാണ്. ഓക്കെ, ടെൻഷനും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിലുള്ളപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേണം വെച്ച് ഒന്നിങ്ങനെ ഇരുന്ന് ചിരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശരിക്കും ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ലാഫ്റ്റർ തെറപ്പി എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ ചിരിക്കുന്നത് അല്ലേ, അതൊരു തെറപ്പിയാണെന്നാണ് പറയുക. അപ്പോൾ ഒന്ന് നിങ്ങൾ ചിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ ചിരിച്ചുകൊണ്ട് കാര്യങ്ങളെ ഫേസ് ചെയ്യുക. ആൻഡ് അത് മാത്രമല്ല, ആക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിവേഴ്സിന് സറണ്ടറിങ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. യൂണിവേഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ഓക്കെ, എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തട്ടിപ്പറിക്കുന്നുണ്ടെങ്കിൽ തട്ടിപ്പറിച്ചോട്ടെ. ഓക്കെ, പക്ഷേ എനിക്കത് വീണ്ടും നേടിയെടുക്കാനുള്ള ഒരു ശക്തി എനിക്ക് തരണം എന്ന് മാത്രമേ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ പാഷനുണ്ട്, പാഷൻ ഡിസയർ രണ്ടും ഒന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, അതിനെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുത്ത് ഫോളോ ചെയ്യുക. അങ്ങനെ ആഗ്രഹം നിങ്ങൾക്ക് മൈൻഡിൽ ഐഡിയാസിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാനുള്ള കഴിവുകളെല്ലാം ഉണ്ട്. നിങ്ങൾ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ടെന്നാണ്. ആൻഡ് മീൻസ് മാറ്റിയെടുക്കാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഓരോ സ്റ്റെപ്പ് നിങ്ങൾക്ക് കോൺഫിഡൻസോടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സക്സസ് വരും എന്ന് പറയാം. ഓക്കെ, ആൻഡ് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു ഇത് മാത്രം ക്ലിയർ വന്നതുണ്ടോ എനിക്കൊരു തോന്നല്. ദാറ്റ് മെയിൻ കാര്യം അതാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് ലോസ് വന്നു എന്ന് പറയുന്നത് വിട്ടുകളയുക. അക്സെപ്റ്റ് ചെയ്യാന്ന് മാത്രമല്ല, അതിനെ ലെറ്റ്സ് ഗോ ചെയ്യുക. ഓക്കെ, നമ്മൾ ഓക്കെ പോട്ടെ, സംഭവിച്ചു, ഇനി മുന്നോട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നാലോചിക്കാം. ഓക്കെ, ഹാപ്പിനെസ് വരുന്നുണ്ട്, സന്തോഷങ്ങൾ വരുന്നുണ്ട്. ടാലൻസ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ കഴിവുകളുണ്ട്, നിങ്ങളുടെ സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ കഴിവുകളെ നിങ്ങൾ മെച്ചപ്പെടുത്തിയെടുക്കുക. ക്ലാരിറ്റി, യെസ്, ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റി. നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് കോൺഫിഡൻസ് ഇവിടെ ഉണ്ട്, കോൺഫിഡൻസോടെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ക്ലാരിറ്റി, ആദ്യം നിങ്ങൾ കാര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്താണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്, എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ചില ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നൊന്ന് നോക്കാനുള്ളൊരു അവസരമാണ്. ആരെങ്കിലും നമ്മൾ ട്രസ്റ്റ് ചെയ്തതിൻ്റെ ആണോ, അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണോ, നമ്മൾ തന്നെ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ, അങ്ങനെ എല്ലാ ക്ലാരിറ്റിയും നിങ്ങൾ ആലോചിച്ചൊന്ന് മനസ്സിലാക്കുക. ട്രസ്റ്റ് യൂണിവേഴ്സ്. ഓക്കെ, ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. എന്താണ് യൂണിവേഴ്സ് ചെയ്യുന്നത്, എല്ലാം യൂണിവേഴ്സിൻ്റെ പ്ലാൻസ് എപ്പോഴും കറക്റ്റ് നിങ്ങളെ വഴിയിലേക്ക് എത്തിക്കും, പേടിക്കേണ്ട. ഓക്കെ, ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്.
ഹോം. ഓക്കെ, ചിലവർക്ക് ഇത് വീടിൻ്റെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, വീട്, ഫാമിലി, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്ക് അതിന് ഒരു ബ്ലെസ്സിങ് വരുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു വീട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ഒരു വീട് കെട്ടണം എന്നുള്ള ഒരു ആഗ്രഹമാണെങ്കിൽ യെസ്, അത് നടക്കും നിങ്ങൾക്ക് മുന്നോട്ട്. ഓക്കെ, അല്ല നിങ്ങളുടെ വീട് സ്റ്റേബിൾ ആയിട്ടിരിക്കണം, ഫാമിലി സ്റ്റെബിലിറ്റി വേണം, നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ ആവണം എന്ന രീതിക്കൊക്കെ ആണെങ്കിൽ യെസ്, അതും നടക്കും. ഓക്കെ, കരിയർ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരും. മാനിഫെസ്റ്റേഷൻ, യെസ്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ നല്ലോണം ആഗ്രഹിച്ചത് എന്താണോ അതിന് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സിനെ കുറിച്ച് ഞാൻ ചില വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഫുൾ മൂൺ, ന്യൂ മൂൺ വീഡിയോസിലൊക്കെ ചില മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കേട്ട് നോക്കാം. എനിക്ക് മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ. ആൻഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ അതാ പറഞ്ഞത്, എന്തെങ്കിലും ലോസ് വരുന്നുണ്ടെങ്കിലും യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കൂടെ തന്നെയുണ്ട്. ഓക്കെ, നിങ്ങൾ ആ ട്രസ്റ്റ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവാം. ആൻഡ് എന്തെങ്കിലും ഇവിടെ യൂണിവേഴ്സ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലതെടുത്ത് മാറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതല്ലാത്ത കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. എനിക്ക് നല്ലതല്ലാത്തത് കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ ബെറ്റർ എന്തെങ്കിലും വരാനുണ്ട് എന്ന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ സ്ട്രെങ്ത് റിയലൈസ് ചെയ്യിപ്പിക്കാനാണ്. ചില സമയത്ത് ശരിക്കും നമ്മൾ ദൈവത്തിനെ വിളിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥന, സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ കടക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ആ സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. എന്ന് വെച്ചാൽ നിങ്ങൾ ദൈവത്തിനെ വിളിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറയുമ്പോൾ ദൈവം ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് ഉള്ളതിനെ കൂടി തട്ടിപ്പറിക്കും എന്നാണ് പറയാം. ഓക്കെ, ഉള്ളതിനെ കൂടി തട്ടിത്തരും. പ്രത്യേകിച്ച് കൃഷ്ണനെയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ, കൃഷ്ണനെ വിളിക്കുന്നവരാ, ബാക്കിയുള്ളവരെ കാര്യം എനിക്ക് അത്ര അറിയില്ല. ഓക്കെ, ബാക്കി ജീസസിൻ്റെയും ഇവരെയൊന്നും എനിക്ക് അത്ര അറിയില്ല. ബട്ട് കൃഷ്ണനെ വിളിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം വാർണിംഗ് പറയാം. കൃഷ്ണനെ വിളിച്ചാൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. കയ്യിലുള്ളത് കൂടി നിങ്ങൾക്ക് പോയി കിട്ടുന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, എന്നിട്ടേ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ക്ഷമ, സ്ട്രെങ്ത് പരീക്ഷിച്ച ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടൂ. ഓക്കെ, അതിന് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും. കണ്ണൻ അങ്ങനെയാണ്, കൃഷ്ണൻ അങ്ങനെയാണ്. ഓക്കെ, സോ കൃഷ്ണനെ വിളിക്കുന്നവർ പ്രത്യേകം നിങ്ങൾ സൂക്ഷിക്കുക. മാക്സിമം ഭഗവാൻ ശിവനെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഹിന്ദുസിന് മാത്രമാണ് ഞാൻ പറയുന്നത്, ബാക്കിയുള്ളവർക്ക് പിന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ളവരെ വിളിച്ചോളൂ. ഓക്കെ, ഇവിടെ കൃഷ്ണനെ വിളിക്കുന്നവർക്ക് ഒരു പ്രത്യേകം ഒരു അടി ഉറപ്പാണ്, ഒരു എക്സ്ട്രാ അടി ഉറപ്പാണ്. സോ സൂക്ഷിക്കുക. എന്തായാലും വിശ്വാസം വെക്കുക, അതായത് നമുക്ക് നല്ലതേ തരുള്ളൂ ഭഗവാൻ എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഓക്കെ, നല്ലത് വരട്ടെ എല്ലാവർക്കും. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.